ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദിനിയമ്മ ഫോൺ പ്രൊഫസർക്ക് കൊടുക്കുവാണ് കേട്ടോ. പ്രൊഫസർക്ക് കൊടുക്കാൻ നേരത്ത് പ്രൊഫസറിനോട് നമ്മുടെ ഗൗരി പറയുവാണ് കേട്ടോ, അച്ഛൻ ഞാൻ വീണ്ടും പഠിക്കാൻ പോവുകയാണ്, ശങ്കരനെ ഇവിടെ കൊണ്ട് ചേർത്തു, ഇവിടെ ചേർത്ത് കഴിഞ്ഞപ്പോഴെല്ലാം പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന പ്രൊഫസറിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗൗരീനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സന്തോഷത്തിൽ ഗൗരി ശങ്കറിന് ഒരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അവിടെ നിന്ന് തന്നെ ഉമ്മ കൊടുത്തു കഴിയുമ്പോൾ ശങ്കർ ഗൗരിയോട് പറയണം കേട്ടോ, ഗൗരി നീ ഒന്ന് കൺട്രോൾ ചെയ്യട്ടോ, എല്ലാവരും ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ നന്ദിനിയമ്മയോട് നമ്മുടെ പ്രൊഫസർ പറയുകയാണ്, കാര്യം ഗൗരി ആരതി മോളുടെ കാര്യത്തിൽ ചെയ്ത കാര്യത്തിന് എനിക്ക് അവളോട് ദേഷ്യമുണ്ട്, പക്ഷെ ഇപ്പം ചെയ്യുന്ന കാര്യം വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ല പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഗൗരി, അവളൊരു ബാക്കി തുടർ പഠിക്കാൻ പോകാമെന്നറിയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദിനിയമ്മ കളിയാക്കി ചോദിക്കുന്നുണ്ട്, അതൊരു പ്രൊഫസറിൻ്റെ സന്തോഷമാണോ ഒരു അച്ഛൻ്റെ സന്തോഷമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിയും ശങ്കറും കൂടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ചെന്നു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഓഫീസിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടർ പറയുവാണ്, ഇതിന് കുറച്ച് ഘട്ടങ്ങളൊക്കെ ഉണ്ട്, ആദ്യം ക്ലീ എക്സാം പാസ്സാവണം, പിന്നെ LLBക്ക് ചേരണം, പിന്നെ വക്കീലാവാൻ പറ്റുമെന്ന് പറയും. അപ്പം നമ്മുടെ ശങ്കർ ക്ലീയോ അതെന്താ ഈ ക്ലീ ആണോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അത് കേട്ട് പുള്ളി ഇങ്ങനെ അന്തം വിട്ട പോലെ ഇരിക്കുകയാണ്. അതല്ല, കേരള ലോ എൻട്രൻസ് എക്സാമിന് ക്ലീ എന്ന് പറയുന്നതെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ശങ്കർ ഭായി പറയും, ഓ അതായിരുന്നോ. എന്നിട്ട് പുള്ളി പറയുകയാണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒരു കൊച്ചിന് 32ാമത്തെ റാങ്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ശങ്കർ ഭായി എന്തുട്ടാ പറഞ്ഞാൽ 32ാമത്തെ റാങ്കോ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടോ. പുള്ളിയാണ് ആകെ മനസ്സിൽ ചിന്തിക്കുക, ഇത് പണ്ടാരം പെട്ടെന്ന് തോന്നണമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശങ്കർ ഭായി പറയണം കേട്ടോ, എൻ്റെ ഗൗരിക്ക് ഇവിടുന്ന് 1ാം സ്ഥാനം കിട്ടണം കേട്ടോ എന്ന് പറയുകയാണ്. പുള്ളി അപ്പോൾ വീണ്ടും എൻ്റെ പൊന്നെ ഇത് കൊണ്ട് തല വെച്ച് കൊടുത്തോലായല്ലോ എന്നുള്ള അവസ്ഥയിലിരിക്കുവാണ് സാറ്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗരി പയ്യൻ നുള്ളുവാണ് കേട്ടോ, മിണ്ടായിരിക്കും ശങ്കു എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശങ്കർ ഭായി പറയണം കേട്ടോ, പേടിക്കേണ്ടതേ നമ്മുടെ ഗൗരി ചിട്ടി റോബോട്ടാ, ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് മാഷിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശങ്കർ ഭായി വീണ്ടും ചോദിക്കുകയാണ്, എനിക്കൊരു ഡൗട്ടുണ്ടേ, ഇനിയിപ്പോൾ നമ്മുടെ ഗൗരീനെ വക്കീലാക്കാണ്ട് ഡയറക്റ്റ് അങ്ങ് ജഡ്ജി ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ പുള്ളി പറയുകയാണ്, അത് അങ്ങനെയൊന്നും പറ്റുകയില്ല, LLB എഴുതി പാസ്സായിട്ട് വേണം ജഡ്ജി ആവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശങ്കർ ഭായി പറയാണ്, എന്തോട്ടേലും ആട്ടെ, ഒരു പഠിച്ച് ഫസ്റ്റ് റാങ്ക് കിട്ടേണ്ട പുസ്തകത്തിൻ്റെ ലിസ്റ്റിംഗ് ഇതാ, അത് പഠിച്ച് നമ്മുടെ ഗൗരിക്ക് ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടണം കേട്ടോ എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന സാറ് വീണ്ടും എൻ്റെ ദൈവമേ ഞാൻ എന്തോ ചെയ്യും എന്നുള്ള അവസ്ഥയിലിരിക്കുവാണ്. അവസാനം സാറ് ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തിട്ട് പറയാണ്, ഇവിടെ ഒരു സ്റ്റോറുണ്ട്, അവിടുന്ന് തന്നെ മേടിച്ചാൽ മതി എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കേട്ടിട്ട് നമ്മുടെ ശങ്കർ ഭായി പറയാണ്, ഒന്നുകൊണ്ടും മേടിക്കണ്ട, എല്ലാം ഇവിടുന്ന് തന്നെ മേടിക്കും, പക്ഷേ അടുത്ത തവണത്തെ എക്സാമിന് ഗൗരിക്ക് ഫസ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുവാണ് കേട്ടോ. സാർ അവസാനം പേപ്പറെല്ലാം കൊടുത്തിട്ട് മനസ്സിൽ ചിന്തിക്കുക, ഞാനിനി എന്തോ ചെയ്യും, ഇനി ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് പ്രശ്നമാകുമെന്ന് ഓർത്തിരുന്ന് നമ്മുടെ ശങ്കർ ഭായി അവിടെ മീശയൊക്കെ പിടിച്ച് സാറിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന ഗൗരിക്ക് ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. ഗൗരി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരങ്ങാട് വീടാണ്. ചാരങ്ങാട് വീട്ടിൽ എല്ലാവരും കൂടി ഇരിക്കുവാണ് കേട്ടോ. മണിമുത്തശ്ശിയും നമ്മുടെ മഹാദേവനും രാധാമണി തങ്കച്ചിയും ഗംഗയും ശേഖർ ഭായും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് വക്കീലങ്ങ് വരുവാണ് കേട്ടോ. വക്കീലങ്ങ് വന്നിട്ട് പറയുകയാണ്, ഇലക്ഷൻ എടുക്കാറായി, ഇനിയിപ്പോൾ അതിൻ്റെ പ്രചാരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തണം എന്ന് പറയുവാണ്. ആ സമയത്ത് ഗംഗ പറയുകയാണ്, ഞാനായിരിക്കും PR വർക്ക് എന്ന് പറയുവാണ് കേട്ടോ. അതുകൊണ്ടാണ് ദേവമ്മ PR വർക്ക് എന്തായാലും ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശേഖരൻ അവിടെ ഇരുന്ന് പറയും, ഞാൻ കുറച്ച് റീൽസ് ഇടാമെന്ന് പറയുമ്പോഴത്തേക്കും ഗംഗ ചെറുതായിട്ട് ചിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹാദേവൻ പറയുകയാണ്, എൻ്റെ പൊന്നും മോനെ ശേഖര, അച്ഛന് കിട്ടാനിരിക്കുന്ന വോട്ടും കൂടെ നിൻ്റെ റീൽസ് കണ്ട ആൾക്കാർ തരാതിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും രാധാമണി തങ്കച്ചി പറയാം, അങ്ങനെയൊന്നുമില്ല, അവനിപ്പോൾ ഒരുപാട് ഫാൻസൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഗംഗ പറയുകയാണ്, അവരൊക്കെ കളിയാക്കിയാണ് കമൻ്റ് ഇടുന്നത് രാധമ്മായി എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗൗരിയും ശങ്കറും കൂടെ അങ്ങ് കയറി വരുവാണ് കേട്ടോ. ശങ്കറിൻ്റെ കയ്യിൽ കുറേ പുസ്തകങ്ങളുണ്ട്. എല്ലാവരും ഇവരെ കണ്ടിട്ട് ഇങ്ങനെ നോക്കും. മഹാദേവൻ എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കും, ഇതെന്താ കുട്ടി ശങ്കര, നിൻ്റെ കുറേ പുസ്തകങ്ങൾ, നീ ഇനി പഠിക്കാൻ പോവാണോ, പഠിക്കാൻ വിട്ട കാലത്ത് നീ പഠിച്ചില്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശങ്കർ ഭായി പറയുകയാണ് കേട്ടോ, അതൊക്കെ ഇപ്പം പറയാച്ചാ, ഇന്ന് ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ട് വന്ന ദിവസമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഗൗരിനെ പഠിക്കാൻ വിടുവാണ് കേട്ടോ, ഞാൻ ഗൗരിനെ വക്കീലാക്കാൻ വിടുവാണ്, അതിൻ്റെ പുസ്തകങ്ങളാണ് ഇതെന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന രാധാമണി തങ്കച്ചിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ശേഖരനും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മഹാദേവൻ, നീ എന്തുട്ടാ പറഞ്ഞ ഗൗരിനെ പഠിപ്പിക്കാൻ വിടുവാണോന്ന്. എന്നിട്ട് പറയാണ്, നിനക്ക് പഠിപ്പിക്കാൻ വിടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ പഠിപ്പിക്കാൻ വിട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് നിൻ്റെ കാശിനായിരിക്കണം കേട്ടോ,
ശങ്കർബായി എന്ന് പറയുന്നുണ്ട്, ശങ്കര എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ശങ്കർബായി പറയുകയാണ്, ഞാൻ എൻ്റെ കാശിന് ഞാൻ അധ്വാനിച്ച് പണിയെടുത്ത കാശിന് തന്നെ ഗൗരീനെ പഠിപ്പിക്കുമെന്ന് പറയുമ്പം നമ്മുടെ ഗംഗയ്ക്കും ഗൗരിക്കും ഒക്കെ സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പം വീണ്ടും മഹാദേവൻ കളിയാക്കുവാണ്, നീ പണിയെടുത്ത് കാശുണ്ടാക്കിയിട്ട് ഇവിടെ പഠിപ്പിക്കുമെന്നോ, നീ തമാശ പറയാതെ കുട്ടിശങ്കര എന്ന് പറയുമ്പോഴത്തേക്കും രാധാമണി തങ്കച്ചി പറയുകയാണ്, നിനക്ക് എന്തിൻ്റെ സൂക്കേടാന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് മഹാദേവൻ പറയുന്നുണ്ട്, ഈ സ്ത്രീകളെ വീട്ടിൽ പണിയെടുക്കേണ്ട ഇവരെ പണിയെടുപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്തുട്ടാ ശംഖു കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ശങ്കർബായിയോടും. അപ്പോഴത്തേക്കും നമ്മുടെ ശങ്കർബായി പറയുകയാണ്, അച്ഛാ അങ്ങനെയല്ല, മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ, അപ്പം മാതാവിനാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കേണ്ടത്, മാതാവ് എന്ന് പറഞ്ഞാൽ സ്ത്രീ. അപ്പോൾ ഞാനെൻ്റെ ഗൗരി ഒരു വക്കീലായാലും അതിൽ സന്തോഷിക്കുന്നതിൽ എന്താ എത്ര തെറ്റെന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വക്കീൽ സന്തോഷം കൊണ്ട് കൈകൊട്ടി ചിരിക്കുവാണ്. എന്നിട്ട് ഇത് കാണുമ്പോൾ ശങ്കർബായും ചിരിക്കുന്നുണ്ട്. ശങ്കർബായി കണ്ടോ, വിവരമുള്ളവർക്ക് കാര്യം മനസ്സിലായി എന്നുള്ള രീതിയിൽ ശങ്കർബായി പറയും. നമ്മുടെ ഗംഗയ്ക്കും ചിരി വരുന്നുണ്ട്, മണിമുത്തശ്ശി ഹാപ്പിയാണ്, ഗൗരി ഹാപ്പിയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശങ്കർബായി ഗൗരിയും കൂട്ടിക്കൊണ്ട് മുകളിലോട്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഗംഗ ചെറുതായിട്ട് ചിരിക്കും. എന്നിട്ട് ശംഖുവിൻ്റെ ഈ പ്രവൃത്തിയൊക്കെ പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്, മനസ്സിൽ ചെറിയൊരു കുശുമ്പുണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് അതെല്ലാം ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധാമണി തങ്കച്ചി ചായയായിട്ട് മഹാദേവൻ്റെ അടുത്ത് ചെല്ലുവാണ്. മഹാദേവൻ്റെ അടുത്ത് ചെന്നിട്ട് മനസ്സിൽ പറയുവാണ് കേട്ടോ, ഓ അവൾ വക്കീലാവാൻ പോകും, അങ്ങനെ പെറുപെറുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ മഹാദേവൻ ചോദിക്കും, നീർക്ക് എന്താടി രാധാമണി തങ്കച്ചി എന്ന് ചോദിക്കും. പറയും, അല്ല എനിക്ക് ഗൗരി വക്കീലാവുന്നത് ഇഷ്ടമല്ല, അത്ര തന്നെ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ മഹാദേവൻ പറയണം കേട്ടോ, അങ്ങനെയൊന്നും വക്കീലാവാൻ പറ്റില്ല, ഞാൻ നമ്മുടെ കുഴിത്തിരിപ്പ് വക്കീലിനോട് ചോദിച്ചേ, അങ്ങനെയൊന്നും വെറുതെ ആവാൻ പറ്റില്ല, അവൾ കുറേ പരീക്ഷയൊക്കെ പാസ്സാവണം, അങ്ങനെ പറ്റുള്ളൂ, അതോർത്ത് നീ വിഷമിക്കേണ്ട, അവൾ പരീക്ഷയൊന്നും പാസ്സായി എന്തായാലും വക്കീലാവാൻ പോണില്ല എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ നമ്മുടെ മഹാദേവൻ. ഇത് കേട്ടുമ്പോൾ രാധാമണി തങ്കച്ചിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.